നമസ്കാരം. സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധനുഷ്കോടിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഗോസ്റ്റ് ടൗൺ എന്നറിയപ്പെടുന്ന ധനുഷ്കോടിയിലെ വാച്ച് ടവറിനെ കുറിച്ചായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ. 1964 ഡിസംബർ 22 അതിഭീകരമായ ആ സുനാമി ഉണ്ടായത്. 100-ലധികം യാത്രക്കാരുമായി നിന്ന ഒരു ട്രെയിൻ നമ്പർ 653 അങ്ങനെ തന്നെ കടലിലേക്ക് ഒഴുകിപ്പോയി. ധനുഷ്കോടി എന്ന തുറമുഖ പട്ടണം അതോടുകൂടി നാമാവശേഷമായി. 2000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്ക്. നെറുകയിൽ അശോക സ്തംഭവുമായി ഒരു സ്തൂപമുണ്ട് ഏറ്റവും അറ്റത്ത്. 5 മണി കഴിഞ്ഞാൽ സന്ദർശകരെയും വാഹനങ്ങളെയും ഇങ്ങോട്ട് കടത്തിവിടില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ മാന്നാർ ഉൾക്കടലും ബംഗാൾ ഉൾക്കടലും ഒന്നിച്ചു ചേരുന്ന ഭൂമിയുടെ ഈ അറ്റം എന്ന് പറയാവുന്ന ഈ ഭാഗത്തിന് അരിച്ചാൽ മുനൈ എന്നാണ് പേര്. ഈ ഒരു പോയിന്റിൽ നിന്ന് നോക്കിയാൽ ശ്രീലങ്കയിലെ തലൈമന്നാർ കാണാമെന്നാണ് ദൂരദർശിനിയുമായി ഇരിക്കുന്ന ഈ കൂട്ടരുടെ അവകാശവാദം. ഇവിടെ നിന്ന് 24 കിലോമീറ്ററാണ് തലൈമന്നാറിലേക്കുള്ള ദൂരം. കുറച്ച് വൈകിയതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാഴ്ച മിസ്സായി. പെർ ഹെഡ് 20 രൂപയാണ് അവർ ഈടാക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള അശോക സ്തംഭമാണ്. സീതയെ വീണ്ടെടുക്കാനായി ലങ്കയിലേക്ക് പോകുന്നതിന് ഈ ഒരു പോയിന്റിലാണ് പാലം പണിയാനായിട്ട് ശ്രീരാമൻ വാനരസേനയോട് ആവശ്യപ്പെട്ടത് എന്നാണ് വിശ്വാസം. രാം സേതു എന്നറിയപ്പെടുന്ന ഈ ഒരു പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ കടലിൻ്റെ അടിയിൽ കാണാമെന്നാണ് പറയുന്നത്. രാവണവധത്തിന് ശേഷം വിഭീഷണൻ്റെ പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൂപ്പര് ശ്രീരാമനോട് പറഞ്ഞു ഈ പാലം തകർത്ത് കളയാൻ. പാലം നിലനിന്ന് കഴിഞ്ഞാൽ തനിക്കത് ഭീഷണിയാകും എന്ന് വിഭീഷണന് തോന്നിയിരിക്കാം. അമ്പിൻ്റെ കട എന്നാണ് ധനുഷ്കോടിക്ക് അർത്ഥം. ആകാശ കാഴ്ച ഏകദേശം അതുപോലെ തന്നെയാണ്. സാധാരണ ഏത് ദുരന്തം കഴിഞ്ഞാലും അധികം വൈകാതെ വീണ്ടും അവിടെ ജനവാസയോഗ്യമാകാറുണ്ട്. പക്ഷേ ധനുഷ്കോടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സർക്കാർ പൂർണ്ണമായിട്ടും ജനങ്ങളുടെ താമസം വിലക്കിയിട്ടുണ്ട്. തീരെ പ്രവചനാതീതമാണ് ഈ ഭാഗത്ത് കടലിൻ്റെ ഒരു സ്വഭാവം. നീന്തലും മറ്റും കർശനമായിട്ട് തന്നെ വിലക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ താൽക്കാലിക കച്ചവടക്കാരൊക്കെ ഓലക്കുടിലുകളൊക്കെ കെട്ടിയിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ സാരഥിയായി വന്നതാണ് ഈ പയ്യൻ. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയും കുറേയധികം കാഴ്ചകളുണ്ട് ധനുഷ്കോടിയിൽ കാണാൻ. കൂട്ടത്തിൽ പറയട്ടെ, അച്ചടിയിലിരിക്കുന്ന കുംഭാരജീവിതം പ്രമേയമായ മണ്ണുരിയാട്ടം എന്ന എൻ്റെ പുതിയ നോവലിൽ അവരുടെ ജീവിതവുമായി അഭേദ്യ ബന്ധമുള്ള 2 സ്ഥലങ്ങളാണ് രാമേശ്വരവും ധനുഷ്കോടിയും. സുനാമി തകർത്തെറിഞ്ഞ റെയിൽവേ സ്റ്റേഷനും പള്ളി അങ്ങനെയുള്ള കുറേ കാഴ്ചകളിലേക്കാണ് അടുത്തതായിട്ട് നമ്മൾ എത്തുന്നത്. ജനനിബിഡമായിരുന്ന ഒരു തുറമുഖ പട്ടണം ഒറ്റ രാത്രി കൊണ്ട് തകർന്ന് തരിപ്പണമായി ചരിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതാവുകയാണ്. ഇന്ന് ഗൾഫ് നാടുകൾ എങ്ങനെയാണോ അതുപോലെയായിരുന്നു അന്ന് സിലോൺ. ധാരാളം ആളുകൾ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നൊക്കെ പലവിധ കാരണങ്ങൾ കൊണ്ട് സിലോണിലേക്ക് പോയിരുന്നു. ധനുഷ്കോടി വരെ ട്രെയിനിൽ വന്ന് ഇവിടെ നിന്ന് ഫെറി കടന്ന് തലൈമന്നാറിലേക്ക്. അവിടെയുള്ള തേയിലത്തോട്ടങ്ങളിലും മറ്റുമായി ഒരുപാട് മലയാളികളും ഇന്ത്യക്കാരും അവരുടെ ഉപജീവന മാർഗം കെട്ടിപ്പടുത്തു. നമ്മുടെ നാട്ടിലെ പല പ്രസ്ഥാനങ്ങളും ധനസമാഹരണാർത്ഥം സിലോണിലേക്ക് പോയതായിട്ട് രേഖകൾ കാണിക്കുന്നു.
അന്ന് ശ്രീലങ്കയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇതുപോലെ കലുഷിതമായിരുന്നില്ല. തമിഴ് പുലികൾ രാജീവ് ഗാന്ധി വധം ഒക്കെ മറക്കാറായിട്ടില്ല. ശ്രീരാമന്റെ കാൽപാദങ്ങളാണെന്ന് ആരും പറയില്ലായിരിക്കും. അതിനിടയിലും ചില്ലറ പൈസകൾ കൂടിക്കെടുക്കുന്നുണ്ട്. ധനുഷ്കോടിയിൽ ആൾതാമസം ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ട് വിലക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നെത്തുന്ന സഞ്ചാരികളെ ഉദ്ദേശിച്ച് കുറേ പേര് ഇവിടെയുള്ള ഈ ഓലക്കുടിലുകളിലൊക്കെ താമസിക്കുന്നുണ്ട്. ഈ തകർന്നടിഞ്ഞിട്ടുള്ള ഈ കോൺക്രീറ്റ് സ്തൂപങ്ങളുടെ ഇടയിലൊക്കെ നടക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് തോന്നുന്നത്. നിറയെ യാത്രക്കാരുമായിട്ട് യാത്ര തുടങ്ങാനിരുന്ന ട്രെയിനാണ് അങ്ങനെ തന്നെ ഒലിച്ച് കടലിലേക്ക് പോയത് ആ ഭീകരമായിട്ടുള്ള സുനാമിയിൽ. ഇത് കാണുമ്പോൾ തോന്നുകയാണ്, ഇവയ്ക്ക് നാവുണ്ടായിരുന്നെങ്കിൽ എന്തെന്ത് കഥകൾ ഇവർ നമ്മളോട് പറയുമായിരുന്നു. ഇവിടെ വന്നെത്തുന്ന സഞ്ചാരികളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് 500 ആളുകൾ രണ്ടും കൽപ്പിച്ച് ഈ മുനമ്പിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. നിറയെ കുപ്പിവളകൾ കെട്ടിത്തൂക്കിയിട്ടുള്ള ഒരു പേരാലിൻ്റെ കൊമ്പ് കണ്ടു. എന്താണ് അതിൻ്റെ ഒരു വിശ്വാസം എന്നറിയില്ല. അടുത്ത കാഴ്ച കോദണ്ഡരാമക്ഷേത്രമാണ്. രാവണ വധത്തിന് ശേഷം രാവണൻ്റെ അനിയനായിട്ടുള്ള വിഭീഷണനെ ശ്രീരാമൻ ഇവിടെ വെച്ചാണത്രേ ലങ്കയുടെ ചക്രവർത്തിയായിട്ട് സിംഹാസനാരോഹണം ചെയ്യിച്ചത്. ഈ ഉൾക്കടലിൽ കൂടെ കുറേ വഴി അങ്ങോട്ട് പോയിട്ടാണ് ക്ഷേത്രം നിൽക്കുന്നത്, ഒരു പാറക്കെട്ടിൽ. സുനാമിയിൽ ധനുഷ്കോടി മൊത്തം തകർന്ന് തരിപ്പണമായപ്പോഴും ഈ ക്ഷേത്രത്തിന് മാത്രം ഒരു കേടുപാടും ഉണ്ടായില്ല എന്നുള്ളത് തികച്ചും അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവമാണ്. യുക്തിവാദികൾ അന്ധവിശ്വാസം എന്ന് പറയും. ഭക്തരാണെങ്കിലോ എന്തായാലും അക്കാലത്ത് ഇങ്ങനൊരു ക്ഷേത്രം ഇങ്ങനെ ഉണ്ടായി എന്നാണ് എനിക്ക് അത്ഭുതം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ആണ് പ്രതിഷ്ഠ. അത്യാവശ്യം ഇരുട്ട് പരന്നതുകൊണ്ട് വേഗം ഉള്ളിലൊന്ന് കയറി തൊഴുതങ്ങോട്ട് പോന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മടിക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. ഇനി രാമേശ്വരം കാഴ്ചകളുമായി അധികം വൈകാതെ വീണ്ടും കാണാം. അതുവരേക്കും ഭൂമിയുടെ ഈ മുനമ്പിൽ നിന്നും ശ്രീലത സൈനിങ് ഔട്ട്.